ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കലമെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത ബസുമതി റൈസും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഈ അരി ഒന്ന് ഹാഫ് ബോയിൽഡ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പകുതി വെന്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് സൈഡിൽ മാറ്റി വയ്ക്കുക. ഈ സമയം വേറൊരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ചെറുതായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളുത്തുള്ളി, രണ്ടോ മൂന്നോ വെളുത്തുള്ളി മതിയാകും. അതിനുശേഷം ചെറുതായി അരിഞ്ഞ സവാള, പകുതി സവാളയോ അല്ലെങ്കിൽ മുഴുവൻ സവാളയോ ആയാലും മതിയാകും. ഒരു മീഡിയം സൈസുള്ള അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ബീൻസ്, ചെറുതായി അരിഞ്ഞ ബീൻസ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കൂടുതൽ ഇഷ്ടം. മാത്രമല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ വാങ്ങിക്കുന്നതും വളരെ ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ബീൻസും അതേപോലെ തന്നെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞതാണ്. അതും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഗ്രീൻ ചില്ലിയും കുറച്ച് ക്യാപ്സിക്കവും നന്നായി ചെറുതായി അരിഞ്ഞത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഈ മലക്കറിക്കുള്ള ഉപ്പ് മതിയാവും. മറ്റേ റൈസിനുള്ളത് നമ്മൾ നേരത്തെ വെള്ളം നിറച്ചപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയുള്ള ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടുക. 1 ടീസ്പൂൺ മതിയാകും. ഇത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് ഇടുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു 1-2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടെ ഇടുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരി അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി ഉടഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ വേണമെങ്കിൽ ചില്ലി സോസ് 1 ടീസ്പൂൺ ചേർക്കാം. പെപ്പർ കൂടുതലാണ് ഉപയോഗിച്ചെങ്കിൽ ചില്ലി സോസ് വേണമെന്നില്ല. അതിനുശേഷം 1 ടീസ്പൂൺ സോയാ സോസും നമ്മൾ ഉപയോഗിക്കുന്നത് പുളി വരാനാണ്. അതുകൊണ്ട് സോയാ സോസ് വേണ്ടാത്തവർക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനേഗറോ ഉപയോഗിക്കാവുന്നതാണ്. സോയാ സോസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് രണ്ടും വേണ്ട. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ സോസും സോയാ സോസും ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കൂടുതലായ നല്ല പുളിയായിരിക്കും, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെച്ച് മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ അരിയിൽ മൊത്തം ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ടൊമാറ്റോ സോസും കൂടെ ചേർന്ന് സെർവ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. Please do subscribe to our channel. We are guests. Thank you.